എൻ്റെ യേശു തല്ലുകൊള്ളിയല്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ആരും ചോദിച്ചിരിക്കും, ആരാടാ യേശുവിനെ തല്ലുകൊള്ളി എന്ന് വിളിച്ചത്? ഇതാ ഞാനും ചോദിക്കുന്നത്, ആരാടാ യേശുവിനെ തല്ലുകൊള്ളി എന്ന് വിളിച്ചത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പാശ്ചാത്യർ എല്ലാ കാര്യങ്ങളിലും മുന്നേറുകയും ഇന്ത്യക്കാർ എല്ലാ കാര്യങ്ങളിലും പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് സ്വാമി വിവേകാനന്ദനെ ഉദ്ധരിച്ചുകൊണ്ട് TG മോഹൻദാസ് എന്നൊരു RSS സൈദ്ധാന്തികൻ ഒരിക്കൽ ഒരു TV ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞു: വെള്ളക്കാർ യേശുവിനെ ദൈവമായും ശ്രീകൃഷ്ണനെ മാർഗദർശിയുമായി കാണുന്നു. അതുകണ്ട് അവർ ജീവിതത്തിൽ വിജയിക്കുന്നു. എന്നാൽ ഇന്ത്യക്കാർ കൃഷ്ണനെ ദൈവമായും യെശുവിനെ മാർഗദർശിയുമായി കാണുന്നു. അത് കണ്ടവർ പരാജയപ്പെടും. ഇങ്ങനെ വളരെ വിചിത്രമെന്ന് തോന്നിക്കുന്ന ഈ ഒരു പ്രസ്താവന സ്വാമി വിവേകാനന്ദൻ നടത്തിയതിൻ്റെ കാരണങ്ങളും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും വ്യക്തിത്വങ്ങളെ പരിശോധിക്കണം. യേശുവിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് ചോദിച്ചാൽ ലോകം എമ്പാടുമുള്ളവർ ഒരേ സ്വരത്തിൽ പറയും: സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും പ്രതിരൂപം, ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുന്നവൻ, മേലെങ്കി മോഷ്ടിക്കുന്നവൻ അടിവസ്ത്രം കൂടി കൊടുക്കുന്നവൻ, സന്തോഷത്തോടെ കുരിശു ചുമക്കുന്നവൻ, തൻ്റെ അനുയായികളോടും കുരിശു ചുമക്കുവാൻ ആഹ്വാനം ചെയ്തവൻ എന്നിങ്ങനെ പോകുന്നു യേശുവിൻ്റെ വിശേഷണങ്ങൾ. ഇതിലാർക്കും ഒരു തർക്കവുമില്ല. ഇനി ശ്രീകൃഷ്ണന്റെ അവതാര ഉദ്ദേശ്യം തന്നെ എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശിഷ്ടന്മാരെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കാനുമായി ഞാൻ യുഗയുഗാന്തരങ്ങളിൽ ജനിക്കുന്നു. അതായത് ദുഷ്ടന്മാരെ ഇല്ലായ്മ ചെയ്യുക, അഥവാ ശത്രുസംഹാരം, വിനാശായ ദുഷ്കൃതം ശ്രീകൃഷ്ണന്റെ ജീവിത ദൗത്യങ്ങളിലൊന്നായിരുന്നു. ശത്രുസംഹാരം നടത്താൻ മടിച്ചു നിന്ന അർജുനനെ ശത്രുസംഹാരം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന കൃഷ്ണനെയാണ് നമ്മൾ കാണുന്നത്. അന്നേരമാണ് ഇത് പറയുന്നതല്ലേ, ഈ ഉപദേശം കൊടുക്കുന്നത്. അതായത് സംഹാരമൂർത്തിയാകേണ്ട സമയത്ത് സംഹാരമൂർത്തിയാകുന്ന വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. ഇനി നമുക്ക് വിവേകാനന്ദൻ പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കാം. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുന്ന യേശുവിനെ വെള്ളക്കാർ ദൈവമായി കരുതി ഒരു ചിത്രം അല്ലെങ്കിൽ രൂപമുണ്ടാക്കി കുരിശിൽ തൂക്കി മുറിയിൽ വെച്ച് എന്നും രാവിലെയും സ്തുതി പാടും. എന്നിട്ട് രാവിലത്തെയും വൈകുന്നേരത്തെയും സ്തുതികളിടയിലുള്ള സമയത്ത്, അതായത് ജീവിതത്തിൽ മാർഗദർശകനായി സ്വീകരിക്കുന്നത് ഒരു കരണത്തടിച്ചാൽ അടിക്കുന്നവന്റെ 2 കരണം അടിച്ച് ശത്രു സംഹാരം നടത്തുന്ന ശ്രീകൃഷ്ണനെയാണ്. അതുകൊണ്ടവർ വെള്ളക്കാർ ജീവിതത്തിൽ വിജയിക്കും. എന്നാൽ ഇന്ത്യക്കാർ കൃഷ്ണനെ ദൈവമാക്കി പ്രതിഷ്ഠ നടത്തി എന്നും പൂജിക്കും. എന്നിട്ട് ജീവിതത്തിൽ യേശുവിനെ മാർഗദർശകനാക്കി സകലവന്റെയും തല്ലും കൊണ്ട് കുരിശും വഹിച്ച് സഹിച്ച് ജീവിതം കോഞ്ഞാട്ടയാക്കി ഇല്ലാതായിത്തീരും.
അങ്ങനെ ഇന്ത്യക്കാർ ജീവിതത്തിൽ പരാജയപ്പെടും. സ്വാമി വിവേകാനന്ദൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ദൃഷ്ടിയിൽ മാത്രമല്ല, ലോകത്തിലുള്ള മിക്ക മനുഷ്യരുടെയും ദൃഷ്ടിയിൽ യേശു ഒരു തല്ലുകൊള്ളിയാണ്. അക്കാര്യമാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അതായത് യേശു വാളേന്തില്ല, വാളേന്തിയവൻ്റെ ആട്ടും തുപ്പും കൊള്ളും. കൃഷ്ണൻ വാളേന്തും, ആട്ടുന്നവൻ്റെ തലയെടുക്കും. വെള്ളക്കാർ തല്ലുകൊള്ളിയായി യേശുവിനെ പള്ളിയിൽ മാത്രം വയ്ക്കും, ജീവിതത്തിൽ വാളേന്തിയ കൃഷ്ണനെ അനുകരിക്കും. ഒന്നിൽ തല്ലുകൊള്ളി അല്ലെങ്കിൽ വാളേന്തിയവൻ എന്നിങ്ങനെ രണ്ട് വിഭാഗം മാത്രമല്ല ഈ ലോകത്തിലുള്ളത് എന്നൊക്കെ ചിലരൊക്കെ വാദിച്ചേക്കാം. ചരിത്രപരമായി ആ വാദം എത്രമാത്രം വാസ്തവമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലോക ചിന്താധാരയെ, പ്രത്യേകിച്ച് സാമ്പത്തിക ലോകത്തെ ചിന്താധാരയെ തകിടം മറിച്ച ചിന്തകനായിരുന്ന, തത്വജ്ഞാനിയായിരുന്ന കാറൽ മാർക്സിൻ്റെ നോട്ടത്തിൽ ലോകത്തിൽ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ബൂർഷ്വാസി അഥവാ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന വാളേന്തിയ മുതലാളി വർഗം. മറ്റത് പ്രോലിറ്റേറിയറ്റ് അഥവാ ചൂഷണം ചെയ്യപ്പെടുന്ന തല്ലുകൊള്ളുന്ന തൊഴിലാളി വർഗം. എല്ലാ കാലത്തിലും എല്ലാ കാലങ്ങളിലും, അത് ഈജിപ്തിലെ ഫറോമാരുടെ കാലത്തായാലും റോമാ സാമ്രാജ്യത്തിൻ്റെയോ പിന്നീട് വന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കാലത്തായാലും അങ്ങനെ തന്നെ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാറൽ മാർക്സ് തൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയിലും ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ? രണ്ട് വിഭാഗം ജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ നീച്ച ജാതികൾ, ലോവർ കാസ്റ്റ്, കീഴാളന്മാർ അഥവാ തല്ലുകൊള്ളി, അല്ലെങ്കിൽ ഉന്നത കുലർ, അപ്പർ കാസ്റ്റ്, മേലാളന്മാർ അഥവാ വാളേന്തിയവർ. റോമാക്കാർ കൈയടക്കി വെച്ചിരുന്ന യേശുവിൻ്റെ കാലത്തെ പാലസ്തീനായാലും അങ്ങനെ തന്നെ ആയിരുന്നു സ്ഥിതി. റോമാക്കാരുടെ അടിമകൾ അഥവാ തല്ലുകൊള്ളികളായിട്ട് വേണമായിരുന്നു യഹൂദർക്ക് ജീവിക്കാൻ. റോമാക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങിയിരുന്ന, അതായത് മേലാളന്മാർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് അവരോടൊന്നും എതിർത്ത് പറയാതെ ഒന്നിനും എതിരായി ഒന്നും പ്രവർത്തിക്കാതെ അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നോ യേശു എന്നാണ് അറിയേണ്ടത്. മതപരമായി പ്രധാനാചാര്യന്മാരും രാഷ്ട്രീയപരമായ റോമാക്കാരും ആയിരുന്നു യേശുവിൻ്റെ മേലാളന്മാർ. ഈ രണ്ടു തരം മേലാളന്മാരുടെയും അടിമയായിരുന്നോ യേശു എന്നാണ് അറിയേണ്ടത്. അതിനായി നമുക്ക് സുവിശേഷങ്ങളിലേക്ക് തിരിയാം. ബൈബിളിൻ്റെ ഒരു മലയാള തർജ്ജമയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള ഖണ്ണിയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: പണവും വാളും കരുതുക എന്നാണ് പറഞ്ഞത്. പണവും വാളും കരുതുക. അതായത് ഒരു കരണത്തടിക്കുമ്പോൾ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല യേശു പറഞ്ഞിട്ടുള്ളത്, വാളും കരുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ബൈബിൾ തർജ്ജമ നോക്കാം. അത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് തർജ്ജമയായ ഗുഡ് ന്യൂസ് ബൈബിളിലെ ഇതേ ഖണ്ണികയ്ക്ക്, ഞാൻ പറഞ്ഞ ഖണ്ണികയ്ക്ക് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഇങ്ങനെ പോകുന്നു: പേഴ്സ്, ബാഗ് ആൻഡ് സ്വേഡ്. പണക്കിഴിയും ചാക്കും വാളും. ഇനി ഹെഡിങ്ങുകൾ തർജ്ജിമക്കാർ കൊടുത്തവയാണ്. അതുകൊണ്ട് അവയെ ആശ്രയിച്ച് നമ്മൾ ബൈബിൾ വ്യാഖ്യാനങ്ങൾ ചെയ്യുന്നത് അത്ര പന്തിയല്ല. അതുകൊണ്ട് നമുക്ക് ബൈബിൾ വാക്യങ്ങളിലേക്ക് തന്നെ ചെയ്യാം. അതിനായി ലൂക്കായുടെ സുവിശേഷം 22-35 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. വാക്യം 35 ഞാൻ വായിക്കാം. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ
നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. വാക്യം 36. അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീല ഉള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. ഒന്നുകൂടി പറയാം. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. അതെ, ഉടുതുണി വിറ്റിട്ടാണെങ്കിലും വാള് മേടിച്ചിരിക്കണമെന്ന് യേശു കൽപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കല്ലേ അവൻ തല്ലുകൊള്ളിയല്ല. ഒരു തല്ലുകൊള്ളി ഇങ്ങനെ പറയില്ലല്ലേ. വാൾ മേടിക്കാൻ തൻ്റെ ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെടുന്നതായി പറയുന്ന ഈ തിരുവചനം സാധാരണ വിശ്വാസികൾ ആരും തന്നെ കേട്ടിട്ടില്ല. ഞാൻ പല കടുത്ത വിശ്വാസികളോട് ഇത് നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ്. പലരോടും ചോദിച്ചു, ആരും കേട്ടിട്ടില്ല ഈ വാദനം. കാരണം ആരും അവരെ അത് കേൾപ്പിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നതെന്ന് ചിലരൊക്കെ സംശയം പ്രകടിപ്പിക്കാം. പ്രത്യേകിച്ച് സത്യവേദ പുസ്തകം എന്ന ബൈബിൾ തർജ്ജമ വായിക്കുന്നവർക്ക് ഈ സംശയം ഉണ്ടാകാം. കാരണം ആ തർജ്ജമയിൽ ഈ വാക്യം കൊടുത്തിരിക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ്. അതിങ്ങനെയാണ്. അതായത് ലൂക്ക 22:36 കേട്ടോ. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണമുള്ളവനും, ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. നിങ്ങൾക്ക് മനസ്സിലായി കേട്ടതിനാണ്? ഇത് കേൾക്കുന്ന മലയാളികളിൽ 99% പേർക്കും ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. യേശു തല്ലുകൊള്ളി അല്ലായിരുന്നു, മറിച്ച് വാളേന്തിയവനായിരുന്നു എന്നും വാളേന്താൻ തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയവനായിരുന്നു എന്നുള്ള സത്യം മറച്ചു വയ്ക്കാനാണ് പുരോഹിതവർഗം ഇതുപോലെയുള്ള കാലഹരണപ്പെട്ട ശൈലികൾ ഉപയോഗിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നത്. ഈ വഞ്ചനയിൽ പെടാതിരിക്കാൻ നമുക്ക് എല്ലാ ക്രിസ്ത്യ വിഭാഗങ്ങളും വായിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് തർജ്ജമയായ ഗുഡ് ന്യൂസ് ബൈബിൾ പരിശോധിക്കാം. ലൂക്ക് ചാപ്റ്റർ 22, ഞാൻ പറഞ്ഞ വായിക്കാൻ തന്നെയാണ്. ലൂക്ക് ചാപ്റ്റർ 22, പേഴ്സ്, ബാഗ് ആൻഡ് സ്വേർഡ്. ആ ഹെഡിങ് കൊടുക്കുന്നു പറഞ്ഞാൽ പോട്ടെ, അത് പോട്ടെ, നമുക്ക് വാക്യം നോക്കാം. വാക്യം 35. Then Jesus asked his disciples, when I send you out that time without a purse, bag or shoes, did you like anything? Not a thing, they answered. അടുത്ത വാക്യം 36. But now, Jesus said, whoever has a purse or a bag must take it, and whoever does not have a sword must sell his coat and buy one. ഒന്നുകൂടെ വായിക്കാം. Whoever does not have a sword must sell his coat and buy one. നിർബന്ധമായും വാള് മേടിച്ചിരിക്കണമെന്ന് ഉപദേശിക്കുന്നവൻ ഏതൊക്കെയാണ് തല്ലുകൊള്ളി അല്ലായിരിക്കും അല്ലേ? ആയില്ല. എല്ലാ മാരണങ്ങളും തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതാണെന്ന് അതിന് വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ഒരു ചുവട്ട് മറ്റു ചെടി കാണിക്കാനാണ് മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ പറഞ്ഞ ആൾ ഇങ്ങനെ പറഞ്ഞ ആളാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഇനി യേശു തല്ലുകൊള്ളി അല്ലായിരുന്നു, വെറും തല്ലുകൊള്ളി അല്ലായിരുന്നു, സകല മാരണങ്ങളും തലയിൽ കയറ്റി വെക്കുന്നതല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 22:38 ആ വചനം ഇങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞു, കർത്താവേ, ഇതാ ഇവിടെ 2 വാളുണ്ട്. അവൻ പറഞ്ഞു, അതായത് കർത്താവ് യേശു പറഞ്ഞു, മതി, അത് മതി. ഈ വാക്യത്തിൻ്റെ
ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുവിന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ വ്യക്തമാണ്. ആ പരിഭാഷ, അതും ഗുഡ് ന്യൂസ് ബൈബിളിൻ്റെ പരിഭാഷയാണ്. അതിങ്ങനെ പോകുന്നു: The disciples said, "Look, here are 2 swords, Lord." "That is enough," he replied. That is enough എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ളത് അതിലുണ്ട്, അതിൽ കൂടുതൽ ആവശ്യമില്ല എന്ന വ്യംഗ്യമാണ് വരുന്നല്ലേ. 2 വാള് മതിയോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് അഹിംസയുടെ മാർഗം മതി എന്നല്ല പറഞ്ഞത്. മറിച്ച് 2 വാളുകൊണ്ട് നമുക്ക് ശത്രു സംഹാരം നടത്താം എന്നാണ് പറഞ്ഞത്. വാളില്ലാതെ ശത്രു സംഹാരം നടത്താം എന്നല്ല പറഞ്ഞത്. എതിർപക്ഷത്ത് നിന്ന് വലിയ ആക്രമണമൊന്നും വരില്ല എന്ന കണക്കുകൂട്ടലിലായിരുന്നു 2 മതി എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു വചനം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി എല്ലാവരെയും ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. അത് ശരി, തല്ലി പുറത്താക്കിയല്ലേ. ഇനി പറ, യേശു തല്ലുകൊള്ളിയാണോ അതോ തല്ലുന്നവനാണോ? തല്ലി പുറത്താക്കിയെന്നാ പറഞ്ഞല്ലേ. ചമ്മട്ടി കണ്ട് അടിച്ച് പേര് കച്ചവടക്കാരെ മുഴുവൻ പുറത്താക്കിയെന്ന്. തല്ലി പുറത്താക്കി, തല്ലുന്നവനല്ലേ. ഇനി മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12-ാം വാക്യം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്: നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. തട്ടിമറിച്ചിടുന്നത് 100% ബലപ്രയോഗമാണല്ലേ. അതെല്ലാവരും അംഗീകരിക്കും. നമ്മുടെ നാട്ടിലെ സമരക്കാർ ചെയ്യുന്ന അതേ പണി, അല്ലാതെ ഗാന്ധിജി പറഞ്ഞ പോലുള്ള സമരം അല്ലായിരുന്നു അതെന്ന് വ്യക്തം. അപ്പോൾ തല്ലുകൊള്ളിയായിരുന്നോ അതോ തല്ലുന്നവനായിരുന്നോ യേശു? തല്ലേണ്ടവനെ തല്ലും. ഇനി ആരുടെ മേശകളാണ് തട്ടിമറിച്ചിട്ടത് എന്നും കൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ ആ ബലപ്രയോഗം, ആ തല്ല്, ജെറൂസലേം ദേവാലയത്തിലെ ആ തല്ല് അത്ര നിസ്സാരമല്ലായിരുന്നു എന്ന് മനസ്സിലാവും. അന്നത്തെ, അതായത് റോമാക്കാരുടെ കാലത്തുള്ള വൻകിട ഫോറിൻ എക്സ്ചേഞ്ചുകളായിരുന്നു ആ നാണയമാറ്റക്കാർ. അവരുടെ മേശകളാണ് യേശു തട്ടിമറിച്ചിട്ട്. അതായത് ഇന്നത്തെ കാലത്തുള്ള HSBC, സിറ്റി ബാങ്ക് എന്നിങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ബാങ്കുകളെ പോലെയുള്ളവരായിരുന്നു ആ നാണയമാറ്റക്കാർ. മണി ചേഞ്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഇംഗ്ലീഷിൽ. അങ്ങനെയുള്ള മണി ചേഞ്ചേഴ്സിനെ കായികമായി തുരത്തി ഓടിക്കണമെങ്കിൽ വാളേന്ത്യവന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അല്ലാതെ സാത്താനെ നീ ഇവിടെ വിട്ടു പോകൂ എന്ന് രോഗശാന്തി ശുശ്രൂഷക്കാർ പറയുന്ന പോലെ പറഞ്ഞാൽ അവരാരും ഇറങ്ങി പോകില്ലായിരുന്നു. വാള് കണ്ടുവരുന്നവരെ കണ്ടാൽ മാത്രമേ അവർ വഴങ്ങിത്തരുമായിരുന്നുള്ളൂ. അല്ലാതെ തല്ലുകൊള്ളികളെ അവർ ഗൗനിക്കില്ല. ദേവാലയത്തിന് അകത്തിരുന്ന വ്യാപാരികളെ പുറത്താക്കിയ കാര്യം മാത്രമേ മത്തായിയുടെ സുവിശേഷം പറയുന്നുള്ളൂ. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം ഒരു പടി കൂടി കടന്ന് അന്നത്തെ ആ ആക്രമണം, ആ തല്ല് എത്ര ഭീകരമായിരുന്നു എന്നുകൂടി പറയുന്നു. മർക്കോസ് 11:16 ഇങ്ങനെ പറയുന്നു: ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. ഈ വാക്യത്തിലെ ആരും ഒരു വസ്തുവും എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയാൽ മതി. അതിങ്ങനെയാണ്: ആൻഡ് he would not allow anyone to carry merchandise through the temple courts. ടെമ്പിൾ കോർട്ടുകൾ കൂടി, അതായത് അമ്പലത്തിൽ മാത്രമല്ല അമ്പലപ്പറമ്പിൽ പോലും കച്ചവടം അനുവദിച്ചില്ല. ഒന്നോർത്തി,
റോമാക്കാർ കച്ചവടക്കാരിൽ നിന്നും കപ്പം ടാക്സ് പിരിക്കുന്ന ഒരു സ്ഥലത്ത് കച്ചവടം നടത്താൻ യേശു എന്ന യഹൂദൻ ആരെയും അനുവദിച്ചില്ല എന്ന് പറയണമെങ്കിൽ അവിടെ എന്തായിരുന്നിരിക്കണം നടന്നത്? ഒന്ന് ഊഹിച്ചു നോക്കിക്കേ. ഇന്നത്തെ കാലത്ത് അമേരിക്കയുടെ എണ്ണക്കപ്പലുകൾ കടന്നു പോകാൻ സമ്മതിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കുമോ നടക്കുന്നത്? അതിന് സമാനമായിട്ടുള്ളതായിരുന്നു അന്ന് ജെറൂസലത്തിൽ നടന്നത്. വെറുതെ തല്ലുന്നവനല്ലായിരുന്നു, ഭീകരമായിട്ട് തല്ലുന്നവനായിരുന്നല്ലേ. ബൈബിൾ ഇക്കാര്യങ്ങൾ എല്ലാം ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും അത് മറച്ചു വയ്ക്കാനാണ് ക്രൈസ്തവ സഭകൾ, എല്ലാ സഭകളും, കത്തോലിക്ക സഭ മുതൽ ഇങ്ങേറ്റത്തെ പെന്തക്കോസ്തൽ സഭകൾ വരെയും 10 പേരുള്ള പെന്തക്കോസ്തൽ സഭകൾ വരെയും യേശുവിൻ്റെ ഈ കാര്യം, വ്യക്തിത്വത്തിലെ ഈ സ്വഭാവം മറച്ചു വയ്ക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടത് തല്ലുകൊള്ളിയായ യേശുവിനെയാണ്. യേശുവിനെ തല്ലുകൊള്ളിയായി ചിത്രീകരിക്കുന്നത് സ്വാമി വിവേകാനന്ദനോ മഹാത്മാഗാന്ധിയൊന്നുമല്ല, ക്രിസ്തീയ സഭ മേലധികാരികൾ. കാരണം അവർക്ക് തല്ലുകൊള്ളിയായ വിശ്വാസികളെ വേണം. എന്നാൽ അങ്ങനെയല്ല യേശു പഠിപ്പിച്ചത്. തല്ലേണ്ടവനെ തല്ലണം എന്നാണ് യേശു പഠിപ്പിച്ചത്. അല്ലാതെ എല്ലാവരുടെയും ആട്ടും തുപ്പും കൊണ്ട് സകല മാരണങ്ങളും തലയിൽ ചുമക്കാനല്ല യേശു പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ കുരിശുകൾ വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞതിലെ കുരിശ് ചിലപ്പോൾ സമരമായിരിക്കും, ചിലപ്പോൾ കൂട്ടത്തല്ലായിരിക്കും, ചിലപ്പോൾ യുദ്ധമായിരിക്കും. ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ എന്ന ഭൂലോക അധർമ്മിയെ നശിപ്പിക്കാനായി ലോക ജനത മൊത്തം വേൾഡ് വാർ എന്ന ഭീമമായ കുരിശാണ് ചുമന്നത്. യുദ്ധം ഒരു സ്പോർട്സ് അല്ല, അത് വലിയൊരു കുരിശാണ്. ആ കുരിശിൽ അനേകം പേർ ജീവൻ ബലി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ലോകത്തിന് രക്ഷ ഉണ്ടായത്. അന്നേരമാണ് ലോകജനത രക്ഷിക്കപ്പെട്ടത്, അല്ലാതെ ധ്യാനപ്രസംഗങ്ങൾ കൂടിയല്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവനുകൾ ആ വലിയ കുരിശിൽ ഹോമിക്കപ്പെട്ടു. അന്നേരം രക്ഷയുണ്ടായി ലോകത്തിന്. ആധുനിക അധർമ്മികളായ ഐസിസ്, ഹമാസ്, ബൊക്കോ ഹറാം എന്നിങ്ങനെയുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അവരെ വരുതിക്ക് നിർത്താനുമായി ലോക ജനത എത്രയെത്ര കുരിശുകളാണ് ചുമക്കുന്നത്, എത്രയെത്ര ജീവനുകളാണ് ആ കുരിശുകളിൽ ബലി കൊടുക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ശ്രീകൃഷ്ണൻ ഗീതയിൽ കൂടി പഠിപ്പിച്ചതുപോലെ ദുഷ്ടരെ ഇല്ലായ്മ ചെയ്യുക, ആവശ്യമെങ്കിൽ യുദ്ധത്തിൽ കൂടി ഇല്ലായ്മ ചെയ്യുക മാനവധർമ്മമാണെന്ന് യേശുവും പഠിപ്പിച്ചു. യേശുവും ശിഷ്യന്മാരും ബലപ്രയോഗം നടത്തുന്നവർ ആയിരുന്നു എന്ന് സംശയമുള്ളവർക്കായി മറ്റൊരു തെളിവ് കൂടി തരാം. അത് കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്ക 22:48-49 അതിങ്ങനെ പറയുന്നു. യേശു അവനോട്, യൂദാസേ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അവൻ്റെ കൂടെയുള്ളവർ, കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരം യേശു കൊടുക്കുന്നില്ല. അതായത് കുതുകാലി വെട്ടിത്തരം കാണിച്ച സന്ദർഭത്തിൽ സത്യത്തെ ഒറ്റിക്കൊടുത്തവനെതിരെ വാളെടുത്ത് പ്രയോഗിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ യേശു ഉത്തരം കൊടുക്കുന്നില്ല. മൗനം സമ്മതം. ഈ മൗനസമ്മതം കിട്ടിയപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഇനിയും ബൈബിൾ പറയുന്നു വ്യക്തമായിട്ട്, ശിഷ്യന്മാരിൽ ഒരുവൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ ചെവി ഛേദിച്ചു. അത് കണ്ട് യേശു പറഞ്ഞു, നിർത്തൂ. ഓഹോ ഓ ഇന്ന് എല്ലാവരും കേൾക്കുന്ന നിർത്തൂ, യേശു നിർത്തൂ എന്ന് പറഞ്ഞ കാര്യം മാത്രമേ കേൾക്കുള്ളൂ, വേറെ ഒന്നും കേൾക്കില്ല. ആ മൗനസമ്മതം കൊടുത്ത കാര്യം എല്ലാവരും തമസ്കരിക്കും. വാളെടുത്ത് വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ
മൗനസമ്മതം കൊടുത്ത കാര്യം തമസ്കരിക്കുകയും വെട്ടിക്കഴിഞ്ഞപ്പോൾ നിർത്തു എന്ന് പറഞ്ഞതിന് യേശുവിൻ്റെ അഹിംസാപ്രിയത്തെയാണ് കാണിക്കുന്നത് എന്ന് അവകാശപ്പെടുകയാണ് സുവിശേഷ വ്യാഖ്യാതാക്കൾ ചെയ്യുന്നത്, അതായത് സഭക്കാർ ചെയ്യുന്നത്. വെട്ടിക്കഴിഞ്ഞപ്പോൾ നിർത്തു എന്ന് പറഞ്ഞത് വെറും സാമാന്യ ബുദ്ധിക്ക് ചേർന്ന ഒരു പ്രായോഗിക ഉപദേശം മാത്രമായിരുന്നു, അല്ലാതെ വലിയ അഹിംസാപ്രിയത്തെ ഒന്നും അല്ലത് കാണിച്ചത്. ഒരു പ്രായോഗിക ഉപദേശം. കാരണം മത്തായി 26:47 പറയുന്നത് പോലെ ഒരു ജനക്കൂട്ടമായിരുന്നു എതിരെ വന്നിരുന്നത്. വലിയ ആക്രമണമൊന്നും വരില്ല എന്ന് കണക്കൂട്ടില്ലായിരുന്നു. വാള് 2 മതി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. ഗ്രാമത്തിൽ പ്രവേശിച്ച കള്ളനെ തല്ലിക്കൊല്ലാനായി വാളുകളും വടികളുമായി വരുന്നത് പോലെ ആയിരുന്നു ശത്രുക്കൾ വന്നത്. യേശുവിൻ്റെ കൂട്ടത്തിൽ വെറും 12 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 പേരുടെ കയ്യിൽ മാത്രമേ വാളുകൾ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിൽ വാളുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ വാളെടുത്ത് വെട്ടി, കഴുത്തിന് വെട്ടി, പക്ഷെ ഉന്നം പിഴച്ച് ചെവിക്കിട്ട് കൊണ്ടു എന്ന് മാത്രം. അങ്ങനെയാണ് ചെവിക്കിട്ട് കൊണ്ടത്. പണ്ട് നമുക്കറിയാം, അമേരിക്കയിലെ ട്രംപിൻ്റെ ഇലക്ഷൻ സമയത്ത് ട്രംപിനെ വെടിവെച്ച് കൊല്ലാൻ ഒരുത്തം ശ്രമിച്ചപ്പം അവിടെ തലക്കിട്ട്, ട്രംപിൻ്റെ തലക്കിട്ടാണ് വെടിവെച്ച്, പക്ഷെ കൊണ്ടത് ചെവിക്കിട്ടായി എന്ന് പറഞ്ഞ പോലെ ഈ ഗത്സമൻ തോട്ടത്തിൽ നടന്നൊരു സംഭവം അങ്ങനെയായിരുന്നു. കഴുത്തിന് വെട്ടി കൊണ്ടത് ചെവിക്കായിപ്പോയി. അന്നേരം എന്താണ് സംഭവിച്ചത്? ഒരാൾക്ക് വെട്ടിക്കൊണ്ടു. ഒരു പക്ഷത്തെ ഒരാൾക്ക്, അതൊരു വലിയ കൂട്ടം അവരെ വന്നിരുന്നേ, ജനക്കൂട്ടം വന്നിരുന്നേ, അവരുടെ ഇടയിൽ ഒരാൾക്ക് വെട്ട് കണ്ടു കഴിഞ്ഞാൽ ആ പക്ഷത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. അവരും വാളൂരി. തൽഫലമായി അവിടെ പൊരിഞ്ഞ ഒരു അടി നടന്നിട്ടുണ്ടെന്ന് ന്യായമായി ഊഹിക്കാം. അതുകൊണ്ടാണ് സുവിശേഷൻ ആ അടിയുടെ, ആ വാൾപ്പയറ്റിൻ്റെ വർണ്ണന നൽകാതെ അതിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു നിർത്തത്. എങ്ങനെയാണ് പറഞ്ഞു നിർത്തത്? ഇങ്ങനെ മർക്കോസ് 14:50 പറയുന്നു, അപ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി. വാൾപ്പയറ്റിൽ തോൽവി അറിഞ്ഞതിനോടെ യേശുവിൻ്റെ കൂട്ടാളികളെല്ലാം ഓടിപ്പോയി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളയാലെ നശിക്കും എന്നുള്ള വാചകത്തെ വിട്ടോടാ തോമസ് കുട്ടി എന്ന് പറയുന്നതിൻ്റെ ബൈബിൾ ഭാഷ്യത്തിലേക്കുള്ള മൊഴിമാറ്റമായി മാത്രം കണക്കാക്കിയാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി യോഹന്നാന്റെ സുവിശേഷം 18:10 മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ശിമിയോൻ പത്രോസ് വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ ചെവി ഛേദിച്ചു. ആ ദാസന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. പത്രോസ് സഭയുടെ ആണിക്കല്ല്, യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രധാനി, 1-ാമത്തെ മാർപ്പാപ്പ, 1-ാമത്തെ ബിഷപ്പ് ഓഫ് റോം, 1-ാമത്തെ പാത്രിയർക്കീസ്. ഗെത്സമൻ തോട്ടത്തിൽ പോയപ്പോഴും പ്രാർത്ഥിക്കാൻ പോയെന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും കയ്യിൽ വാൾ കരുതിയിരുന്നുവെന്നും ആവശ്യം വന്നപ്പോൾ ആ വാളെടുത്ത് പ്രയോഗിച്ചു എന്നുമുള്ള സത്യങ്ങൾ സുവിശേഷങ്ങളിൽ തന്നെ ഉണ്ടായിട്ടും സകല ക്രൈസ്തവ സഭകളും പറയുന്നു യേശുവും സംഘവും ആക്രമണം, യുദ്ധം, ശത്രു സംഹാരം, വിനാശ ദുഷ്കൃതം നടത്തിയില്ല എന്ന്. സുവിശേഷങ്ങൾ എന്ത് പറഞ്ഞാലും, എത്ര വ്യക്തമായി പറഞ്ഞാലും ഇന്നത്തെ സഭാ നേതാക്കൾക്ക് യേശു ഒരു തല്ലുകൊള്ളി തന്നെ ആയിരിക്കണം. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണിത്. മഹാത്മാഗാന്ധി വിവേകാനന്ദനും ഒന്നുമല്ല യേശുവിനെ തല്ലുകൊള്ളി എന്ന് വിളിച്ചത്, ക്രിസ്തീയ സഭകൾ. ഇനി മറ്റൊരു കാര്യം പറയാം. ലൂക്ക 22:52 ഇങ്ങനെ പറയുന്നു, തനിക്കെതിരായി വന്നവരോട് യേശു പറഞ്ഞു, പ്രധാന ആചാര്യന്മാരെ, മൂപ്പന്മാരെ, ദേവാലയ സേനാ നായകന്മാരെ, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ എന്നെ പിടിക്കുവാനായി വാളുകളും വടികളുമായി എൻ്റെ നേരെ നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു.
ഈ സുവിശേഷ വാക്യത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിലെ മറ്റൊരു വശം കൂടി കാണാൻ സാധിക്കും. ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുന്നവനായിരുന്നു യേശുവെങ്കിൽ, അതായത് ഒരു തല്ലുകൊള്ളി എന്നൊരു ഖ്യാതിയായിരുന്നു യേശുവിനെ പറ്റി നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കള്ളന്റെ നേരെ എന്ന പോലെ വാളുകളും വടികളുമായി അവർ വരില്ലായിരുന്നു. മറിച്ച് യേശുവും സംഘവും ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കുന്നവരാണ് എന്ന കാര്യം നാട്ടിൽ പാട്ടായിരുന്നു. പ്രത്യേകിച്ച് ജെറൂസലം ദേവാലയത്തിലെ ആക്രമണം കണ്ടതിനോടെ എല്ലാവർക്കും മനസ്സായി കഴിഞ്ഞിരുന്നു ഇവർ എത്രമാത്രം പ്രഹരശേഷിയുള്ളവരാണെന്ന കാര്യം. അവർ തല്ലുകൊള്ളികളല്ല എന്നുള്ള കാര്യം. പിന്നെ വേറെ കാര്യം പറയാം, യേശുവും സംഘവും ആയുധധാരികളായത് പൊതുജനത്തിന് നേരെ ചുമ്മാരിക്കുന്ന കുഞ്ഞു കച്ചവടക്കാർ, നമ്മുടെ നാട്ടിലെ മൃഗാങ്കടക്കാരും ഒക്കെ സമരക്കാരും തല്ലിയല്ലേ, അങ്ങനെ പൊതുജനത്തിന് നേരെ ആക്രമണക്കാരനല്ലായിരുന്നു. മറിച്ച് റോമാക്കാരായ രാഷ്ട്രീയ മേലാളന്മാർക്കെതിരെയും മതം വിറ്റ് ജീവിക്കുന്ന മതമേലാളന്മാർക്കെതിരെയും, അതായത് ശത്രുക്കൾക്കെതിരെ പോരാടാനായിരുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ശത്രു സംഹാരം എന്ന ധർമ്മത്തെ ശ്രീകൃഷ്ണനെ പോലെ തന്നെ യേശുവും ഒരു ധർമ്മിഷ്ഠന്റെ കടമയായിട്ടാണ് കണ്ടത്. ആ കടമ നിർവഹണം മാത്രമാണ് യേശുവും സംഘവും തങ്ങളുടെ വാളുകൾ കൊണ്ട് ചെയ്തത്. അത് തന്നെയായിരുന്നു പ്രവാചകന്മാർ പറഞ്ഞതും. അവൻ അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെടുകയും ചെയ്തുവെന്ന് യേശയ്യാ പ്രവാചകന്റെ 53-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതായത് രക്ഷകനായി വരുന്നവൻ ക്രിസ്തു, അതാണ് യേശു ക്രിസ്തു. ഈ രക്ഷകനായി വരുന്നവൻ തല്ലുകൊള്ളി അല്ലായിരിക്കും, മറിച്ച് തല്ലുന്നവനായിരിക്കും എന്നാണ് യേശയ്യാ പ്രവാചകൻ പറഞ്ഞത്. ലോകം നന്മയും തിന്മയും നടക്കുന്ന പോരാട്ടത്തിൻ്റെ അരങ്ങാണെന്ന് ചരിത്രത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും മനുഷ്യരാശി മനസ്സിലാക്കുന്നില്ല. ബൈബിളിൻ്റെ ഭാഷയിൽ പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള യുദ്ധവും, ഭഗവത്ഗീതയുടെ ഭാഷയിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധവും അരങ്ങേറുന്ന, അതായത് ധർമ്മം ജയിക്കാനായി ശത്രുസംഹാരം അരങ്ങേറുന്ന കുരുക്ഷേത്രമാണ് ഈ ലോകം. ഉദാഹരണത്തിന്, വഴിയിൽ ഒരാക്രമി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ നീ ഒരു കുട്ടിയെ മാത്രമല്ല മറ്റൊരു കുട്ടിയെയും കൂടി തട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക. ഒരു കാരണത്ത് അടിച്ചാൽ മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞ പോലെ നീ ഒരു കുട്ടിയെ മാത്രമല്ല ഒരു കുട്ടിയെ കൂടി കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് മറ്റൊരു കുട്ടിയെ കൂടി കാണിച്ചു കൊടുക്കുകയല്ല പരസ്നേഹി അഥവാ ധർമ്മിഷ്ഠം ചെയ്യുന്നത്. മറിച്ച് തോക്കെടുത്ത് അക്രമിയെ വെടിവെച്ച് വീഴ്ത്തി, അതായത് ശത്രുസംഹാരം നടത്തി കുട്ടിയെ രക്ഷിക്കുകയാണ് പരസ്നേഹമുള്ളവർ ചെയ്യുന്നത്. വാളെടുക്കേണ്ടിടത്ത് വാളെടുത്താൽ മാത്രമേ പരസ്നേഹം പ്രാവർത്തികമാക്കാൻ സാധിക്കൂ. ദുഷ്ടന്മാർക്ക് സ്വൈര്യവിഹാരം അനുവദിച്ചാൽ ശിഷ്ടന്മാർക്ക് ജീവിക്കാൻ സാധിക്കാതെ വരും. ലോകരക്ഷകനായ യേശു ദുഷ്ടന്മാർക്ക് സ്വൈര്യവിഹാരം അനുവദിക്കില്ല എന്ന കാര്യം ഒരു തർക്ക വിഷയം ആക്കുന്നത് തന്നെ യേശുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതായത് യേശുവിനെ തല്ലുകൊള്ളി എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. അത് ആക്ഷേപിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ക്രിസ്തീയ സഭകളാണ്. അത് മാത്രമല്ല അവർ ഓർക്കുക.